ഈ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട ആദ്യ സമയം മുതൽ തന്നെ തന്ത്രിയെയും കുടുംബത്തെയും അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തെ ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അന്വേഷണത്തിൽ വിധേയമാക്കണം തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെയാണ് SITയുടെ ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് എത്തുന്നത്. അറസ്റ്റ് എപ്പോഴാണ് രേഖപ്പെടുത്തിയത്? ഇനി തുടർന്നുള്ള നീക്കങ്ങൾ SITയുടെ അതെങ്ങനെ? നിത, SIT സംഘം ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ രാജീവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ SIT ആസ്ഥാനത്തുണ്ട്. അതിനുശേഷം ഇന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുള്ള അപേക്ഷയും കോടതിയിൽ SIT സംഘം നടക്കും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രാജീവരെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല, ഇത്തരത്തിൽ സ്വർണ്ണം പൂശാൻ അനുമതി മാത്രമാണ് താൻ നൽകിയത്, പുറത്തു കൊണ്ടുപോകാനുള്ള അനുമതി താൻ നൽകിയിരുന്നില്ല എന്നൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് മറുപടി നൽകിയിരുന്നത്. പക്ഷേ ആ മറുപടിയിൽ അന്വേഷണ സംഘം അത്ര തൃപ്തരല്ലായിരുന്നു. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം വീണ്ടും ചോദ്യം ചെയ്തു. അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും രാജീവരെ ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ പങ്ക് ദൈവതുല്യനായ ഒരാൾക്കുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെയും മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ആൾ തന്ത്രിയായിരുന്നു അല്ലെങ്കിൽ മന്ത്രിയായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടിയിരിക്കുന്നത് തന്ത്രിയാണ്. തന്ത്രിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണം പൂശാനായി പുറത്തേക്ക് കൊണ്ടുപോയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും SIT സംഘം അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ ആളുകളെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ആ നടപടികളും SIT സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധനയ്ക്കായി ഇതുമായി ബന്ധപ്പെട്ട തന്ത്രിയെ കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരിക്കും വൈദ്യപരിശോധന. അതിനുശേഷമായിരിക്കും കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുക. രജീഷ്, അതുപോലെ തന്നെ നമുക്കറിയാം ഡി-മണി എന്നൊരാൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യ സമയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടിയൊക്കെ ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യുകയും രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം SIT സംഘം ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇതിലിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടില്ലേ? ഒപ്പം തന്നെ പത്മകുമാറും ഈ തന്ത്രിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതെല്ലാമല്ലേ ഈ വളരെ നിർണായകമായ ഈ ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിയത്? തീർച്ചയായിട്ടും തനിക്ക് മാത്രമല്ല ഉന്നതർക്കടക്കം പങ്കുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയിൽ ഏറ്റവും നിർണായകമായത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് തന്ത്രി രാജീവരാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് വടിവെച്ചതെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി ഏറ്റവും നിർണായകമായി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം പറ്റുന്ന ആയതിന് അഴിമതി നിരോധന നിയമം അടക്കം ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഇടപാടുകൾ സ്വർണ്ണം പൂശാനായി അനുമതി നൽകിയതിൽ 3 തവണ ഇടപാട് നടത്തിയതിൽ അതിൽ സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ട് എന്നും SIT സംഘം വിലയിരുത്തുന്നു. അതായത് ഇത്തരത്തിൽ 3 തവണ സ്വർണ്ണം പൂശാനായി കൊണ്ടുപോയതിൽ കൃത്യമായ ഇടപെടൽ തന്ത്രി നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്വർണ്ണം കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഇടപാട് നടത്തിയ അടക്കമുള്ള സംശയം ഇതുമായി ബന്ധപ്പെട്ട് SIT സംഘം മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്യുകയും ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ SIT സംഘം നടത്തിയിരിക്കുകയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അറസ്റ്റിലായ ഏറ്റവും പ്രമുഖരായ മറ്റൊരാൾ കൂടിയാണ് തന്ത്രി. നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ചുമതല വലിക്കുന്ന ആളാണ് തന്ത്രിയാണ് അവിടുത്തെ അന്തിമമായ തീരുമാനമൊക്കെ എടുക്കേണ്ടത്. അയാളെയാണ് അങ്ങനെ ഒരു വകുപ്പ് കൈകാര്യം അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവാദിത്തം കൈകാര്യം ചെയ്തുന്ന ഒരാളെ കൂടി SIT സംഘം അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ എത്രത്തോളം പങ്കുണ്ടെന്ന് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.